നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളയാൻ ഒരുപാട് ആപ്ലിക്കേഷൻ ഇന്ന് അവൈലബിൾ ആണ്. AI സംവിധാനം ഉള്ളതും അല്ലാത്തതുമായിട്ട് നിരവധി ആപ്ലിക്കേഷൻ ഉണ്ട്. എന്നാൽ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു വസ്തു, നമ്മുടെ ഫോട്ടോയിലുള്ള ഒരു വസ്തു മാത്രം മുറിച്ചെടുക്കാൻ, അല്ലെങ്കിൽ വസ്തുവിന്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം കളഞ്ഞിട്ട് അത് മാത്രം എടുക്കാൻ, അല്ലെങ്കിൽ ആ വസ്തു പിന്നെ ചില ഭാഗങ്ങൾ മാത്രം, നമ്മളെടുത്ത ഫോട്ടോയിലെ ചില ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു AI സംവിധാനമുള്ള ആപ്ലിക്കേഷനിൽ സാധ്യമല്ല. അതിന് നമ്മൾ മാനുവൽ ആയിട്ട് കട്ട് ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ മാനുവൽ ആയിട്ട് നല്ല വൃത്തിയായിട്ടും എളുപ്പത്തിലും ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്തിട്ട് ഒബ്ജക്റ്റുകൾ മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും ഐഫോണിലും അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് രണ്ട് ഫോണുകളിലും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പോൾ ആദ്യം ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറി ആക്സസ് കൊടുക്കണം. ആക്സസ് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ ലോഡ് എ പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാം. അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടാണ് എറേസ് ചെയ്യേണ്ടത് അത് എടുക്കാം. ഇപ്പം ഇതിൽ നമുക്ക് ചായൻ്റെ കപ്പ് മാത്രം മതി. ഇത് മാനുവലായിട്ട് കട്ട് ചെയ്യേണ്ടത് ഓപ്ഷൻ ഇവിടെ ഓൾറെഡി ഉണ്ട്, മാനുവലി. പിന്നെ മാജിക് ടൂള് എല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഓട്ടോ കളർ, അതായത് ബാക്ക്ഗ്രൗണ്ട് ഒറ്റയ്ക്ക് കളർ റിമൂവ് ചെയ്യേണ്ടത്. പിന്നെ നമുക്കിവിടെ ഓട്ടോ AI എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ കാണാം. ഓട്ടോ AIയിൽ ക്ലിക്ക് ചെയ്യാം. ഓട്ടോ AIയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടും. ഇനി കട്ട് ചെയ്ത് കിട്ടിയില്ലെങ്കിലും ഇതിൽ മാനുവൽ ടൂളുകളൊക്കെ ഉണ്ട്, അതൊക്കെ പരിചയപ്പെടുത്തി തരാം. ജസ്റ്റ് ഇവിടെ മാജിക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാം മാനുവൽ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് കറക്റ്റ് കട്ടായിട്ടില്ല, ഇവിടെ ഒരു കഷ്ണം ബാക്കിയുണ്ട്. ആ ബാക്കി എനിക്ക് എറേസ് ചെയ്യണം, ബാക്കി കൂടി. മറ്റുള്ള ചിത്രത്തിൽ ഉപയോഗിക്കണ്ടല്ലോ നമുക്ക്. അപ്പോൾ മാനുവൽ എടുക്കാം. മാനുവൽ എടുത്തിട്ട് അത് മാത്രം മായ്ച്ച് കളയാം. അതിൽ നിന്ന് മായാത്തത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് മായ്ച്ച് കളയാം. ഇനി ഇത് സൈഡ് എഡ്ജ് ക്ലിയർ അല്ല, ഇതിപ്പോൾ തീരെ ക്ലിയർ അല്ലാത്ത ഫോട്ടോ ആണ്. എഡ്ജ് ക്ലിയർ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അതിനനുസരിച്ചിട്ട് എഡ്ജ് ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി ഞാൻ ജസ്റ്റ് ഇതിൽ മാനുവലായിട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്കിവിടെ മാജിക് മോഡ് ഉണ്ട്. മാജിക് മോഡിൽ നമുക്കിപ്പോൾ എന്താണോ അതിൽ നിന്ന് മായ്ക്കേണ്ടത്, ഇപ്പോൾ ഈ ഇതിൻ്റെ ടേബിളൊന്നും മായ്ക്കേണ്ട, ഈ മുകളിലത്തെ സാധനം മാത്രം മായ്ച്ചാൽ മതിയെങ്കിൽ ഇതുപോലെ നമുക്ക് മാനുവലായിട്ട് മുകളിലത്തെ ഭാഗം മാത്രം മായ്ച്ചെടുക്കുക. അതിനിടയ്ക്ക് എക്സ്ട്രാ എന്തെങ്കിലും മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് മുറിച്ചെടുക്കാം. മുറിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ബാക്ക് പോവുക, അതുപോലെ കറക്റ്റ് എടുക്കുക. ഇനി ഇത് ഇവിടുന്ന് ഒരു തരത്തിലും നമുക്ക് ഇതിപ്പോൾ തീരെ ക്ലിയർ ഇല്ലാത്ത ചിത്രമാണല്ലോ, ഒരു തരത്തിലും കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ മാനുവൽ മോഡ് ഉണ്ട്. മാനുവൽ മോഡ് എടുക്കുക. മാനുവൽ മോഡ് എടുത്തിട്ട് നമുക്കിതുപോലെ അത് എറേസ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് നമുക്ക് ആ ഭാഗം എറേസ് ചെയ്തിട്ട് ബാക്കി മാജിക് മോഡിൽ എടുത്താൽ മതി. ഇനി ഇതിൽ തന്നെ ഓട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരേപോലത്തെ കളറിൽ ഇതുപോലെ മാഞ്ഞു പോകും. അത് നമുക്ക് എവിടെ നിന്നാണ് നോക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരേ കളറുള്ളത്, ഇതിപ്പോൾ താഴത്തെ ആ ഗ്രീനൊന്നും മായണ്ട, ഞാൻ ഏകദേശം പറഞ്ഞു തരുന്നതാണ്. ഗ്രീനൊന്നും മായണ്ട, ഇങ്ങനെ നടുക്കത്തെ സാധനമൊക്കെ മാഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഏതൊക്കെ നമുക്ക് മാഞ്ഞു പോകണം അത് മാത്രം മാഞ്ഞിട്ട് ആ ചിത്രത്തിലെ വേണുന്ന ഭാഗം, ഇപ്പോൾ ഇതാണ് എനിക്ക് വേണുന്ന ഭാഗമെങ്കിൽ ഈ വേണുന്ന ഭാഗം മാത്രം നമുക്ക് എടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ മായ്ച്ച് കളയാം. ഇനി എവിടെയെങ്കിലും മായാത്തതുണ്ടെങ്കിൽ അത് മാനുവൽ എടുത്തിട്ട് അത് ജസ്റ്റ് മായ്ച്ച് കളഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറേ മൂഡുകളാണുള്ളത്. ഇനി ഞാൻ ജസ്റ്റ് ഒരു ലോഗോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലോഗോ എല്ലാം വളരെ സിമ്പിളായിട്ട് ഇതിൽ കിട്ടും, എഡ്ജൊക്കെ ക്ലിയർ ആയിട്ട്. ഇതിപ്പോൾ ഞാൻ ടോസ് ക്രിക്കറ്റ് ക്രൂവിൻ്റെ ഒരു ലോഗോ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഓട്ടോ എടുക്കണമെന്നില്ല, ഓട്ടോയിൽ കിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ചിത്രം ഓട്ടോയിൽ ഞാൻ അടിക്കുന്നു, ഓട്ടോ ജനറേറ്ററിൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ചെറിയ ഭാഗം കാലിയായിട്ട്. കാരണം ഈ AI സംവിധാനത്തിൻ്റെ പ്രശ്നം ഇതാണ്, നമുക്ക് എന്താ വേണ്ടത് അത് കൃത്യമായിട്ട് കിട്ടൂല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓട്ടോയിൽ അത് കാര്യമില്ല. അതിനെന്ത് ചെയ്യണം, ഇവിടെ ഓട്ടോ കളർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ആ ലോഗോ നമുക്കവിടെ ലോഗോ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതിൽ വായിക്കേണ്ടത് ഈ ആറിൻ്റെ നടുവിലുള്ള സാധനമാണ്, അത് ഓട്ടോ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും ആറിൻ്റെ നടുവിലൊരു സാധനമുണ്ട്, അതും മായ്ച്ചു കൊടുക്കുക. ഇപ്പം ടോസ് ക്രിക്കറ്റിൻ്റെതായിട്ടുണ്ട്, എന്നാലും എഡ്ജ് ക്ലിയർ അല്ല. നിങ്ങൾക്ക് ഇത് സൂം ചെയ്താൽ കാണാം എഡ്ജ് ക്ലിയർ അല്ല. ഇനി എഡ്ജ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡൺ അടിക്കുക. എന്നിട്ട് 2, 3 ഇപ്പം നോക്കിക്കും ഓരോന്ന് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക നമുക്കിതാ. ഇനി നമ്മൾ എഡ്ജ് ക്ലിയർ ആക്കുന്ന അനുസരിച്ചിട്ട് കറക്റ്റ് അവിടെ കട്ടായിട്ട് നമുക്ക് ലോഗോ മാത്രം PNG ആയിട്ട് ഇവിടെ സേവ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഫിനിഷ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ ഇത് PNG ആയിട്ട് സേവ് ആവും. ഇനി ഞാൻ പിക്സ് ചെയ്യാൻ മറ്റും എടുത്തിട്ട് എനിക്കിപ്പോൾ ആ ഫോട്ടോ വേണം, പിക്സ് എടുത്ത് ആ ടോസ് ക്രിക്കറ്റിൻ്റെ ലോഗോ എനിക്ക് ചെയ്യണം. ന്യൂ ക്രിയേറ്റ് എടുക്കുന്നു. ഞാനത് ഒരു റെഡിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ യെല്ലോയിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്രിയേറ്റ് അടിക്കുക. എന്നിട്ട് ഇൻസേർട്ട് പിക്ചർ എടുക്കുമ്പോൾ
അപ്പോൾ ടോസിൻ്റെ ലോഗോ ഇതിലുണ്ട്. ഇതാ അത് യെല്ലോയിൽ ഞാൻ വളരെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേത് എഡിറ്ററിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പിക്സലിൻ്റെ ഉള്ളിൽ ഇട്ടതാണ്. ഇതേപോലെ നമുക്ക് പിക്സാർട്ട്, പിക്സലർ പോലുള്ള ഇമേജ് എഡിറ്ററിനൊക്കെ PNG ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എഡിറ്റിംഗ് ആപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് FTM ക്രിയേഷൻ ഷെയർ ചെയ്തിട്ട് കാണാം. നിങ്ങൾ ഇത് യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് ഉണ്ടാവുക, അല്ലാതെ കമന്റ് ബോക്സിലല്ല. പലരും വീഡിയോ ചെയ്യുമ്പോൾ കമന്റ് ബോക്സിൽ ലിങ്ക് കാണുന്നില്ല എന്ന് പരാതി പറയാറുണ്ട്. അത് യൂട്യൂബിൽ നിന്നായിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത്. യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് ഉണ്ടാവുക. അപ്പൊ ആ ലിങ്കിൽ നിന്ന് ചെന്നിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് വീഡിയോയിൽ പറയുന്നു. ഫേസ്ബുക്കിന്റെ കമന്റ് ബോക്സിൽ FTM ക്രിയേഷൻ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ് പേജാണ് ഓൺ ആയി കിട്ടുക. ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് ഉണ്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കമന്റ് ബോക്സിൽ യൂട്യൂബിൽ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ്രോയിഡ് ആയാലും iOS ആയാലും ഇങ്ങനെ ഒരു പേജാണ് ഓൺ ആയി കിട്ടുക. ഇനി നിങ്ങൾ കുറച്ച് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് കിട്ടും. iOSൻ്റെയും ആൻഡ്രോയിഡിൻ്റെയും പ്രത്യേകിച്ചിട്ട് താഴത്ത് ലിങ്ക് ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നതെങ്കിൽ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.